പിണറായി സർക്കാരിനെ വിമർശിക്കാതെ വേറെ ഒരു പണി തനിക്കില്ല എന്ന് ചോദിക്കുന്ന കമന്റോളികൾക്കാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തെ വേണ്ട ഒരാഴ്ചത്തെ വാർത്തകളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞതിന് ഉത്തരമാകും. അതിന് വേണ്ട ഒരു മാസത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉത്തരമാകും. ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവന് എന്ത് വിലയാണ് പിണറായി സർക്കാർ കൊടുക്കുന്നത്? എന്ത് വിലയാണ്? അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് കിറ്റ് കൊടുക്കുന്നത് പോലെയുള്ള ചില പൊടിക്കൈകൾ എടുക്കാൻ വേണ്ടി മാത്രം കുറെ ഡയലോഗുകൾ അടിക്കുന്നു എന്നല്ലാതെ ഈ കേരളത്തിലെ CPM-കാരും അല്ലാത്തവരുമായിട്ടുള്ള ഈ 3.5 കോടി ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കാൻ, അവരുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ. പിണറായി സർക്കാരിൽ ഏതൊരു പദ്ധതിയായാലും അതിന്റെ വാക്കും പഴഞ്ചാക്കും എല്ലാം ഒരുപോലെയാണ്, വെറും കണ്ണിൽ പൊടിയിടുന്നതാണ്. ഒരാൾക്കുള്ള ഒരു കുട്ടിയുടെ പോലും ജീവിതത്തിന് സുരക്ഷിതത്വം നൽകാൻ പിണറായി സർക്കാർ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അതിന് സമയമില്ല. വാരിയാ മതി, കൈയിട്ട് വാരിയാ മതി. കുറച്ച് കോടികൾ മാത്രം, 1-2 കോടികൾ മാത്രം കടമുണ്ടായിരുന്ന നമ്മുടെ ഖജനാവിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ലക്ഷം കോടിയാണെന്ന് ചിന്തിച്ചാൽ മതി. എത്ര കൈയിട്ട് വാരി ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയാൻ പറ്റും. പിന്നെ ഓരോരോ പദ്ധതികൾ. അവസാനത്തതാണ് വയനാടിലേത്. വയനാടിന് ഇപ്പൊ 800 കോടിയോളം കിട്ടിയിട്ട് ഓരോ കോടി രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 15 ലക്ഷം കൊടുത്ത് ഒഴിവാക്കിയ കഥ നമ്മൾ കണ്ടു. അതായത് എല്ലാം കൈയിട്ട് വാരുക, മുണുങ്ങുക, അതിനെ പറ്റുള്ളൂ, അത് മാത്രമേ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ ചൊറിഞ്ഞു വന്നിട്ട് കാര്യമില്ല. കാർത്തേപ്പള്ളി സ്കൂളിൽ എന്താ നടന്നത്? കാർത്തേപ്പള്ളി സ്കൂളിൽ കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു, ഇല്ലേ? അവസാനം നടന്നതാണ്. അങ്ങനെ ഇടിഞ്ഞു വീണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലോ, ക്ലാസ് ഉള്ള സമയത്തായിരുന്നെങ്കിൽ ആകെപ്പെടുത്തം വിടൂലേ? എന്നിട്ട് അത് കാണാതിരിക്കാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ട് പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്ത നോക്കുക. അവർ കാണാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എത്ര പേരെ നിങ്ങൾ മറയ്ക്കും? എത്ര കാലം നിങ്ങൾ മറയ്ക്കും? ഇതൊക്കെ എല്ലാ വാർത്തകളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു സ്കൂൾ കെട്ടിടം പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ കാത്തുകയായിരിക്കും ഉദ്ഘാടനം നടത്തിയിട്ട് അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഒരു കെട്ടിടം പണി കഴിഞ്ഞാൽ അതൊരു ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ പണി തീരുന്നത്. തൊട്ടടുത്ത ദിവസം തുറന്നു കൊടുത്താൽ എന്താ കുഴപ്പം? എന്തിനാ ഈ ഉദ്ഘാടനം ആമാങ്ക? അതിനു വേണ്ടിയിട്ട് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിനാ? എന്ത് ചെയ്താലും അത് സ്വന്തം പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ്. ബിൽഡിങ്ങുകൾ പണിയുന്നത് എങ്ങനെ? എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അതിൽ? ഈ ജനങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ആരുമില്ലാതെ അടച്ചിട്ടേക്കുന്നതാണെന്ന് നുണ പറഞ്ഞു. ഇവർ അവിടെ നിന്നുകൊണ്ട് വാചക കസർത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാവം സ്ത്രീ അവിടെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി ജീവന് വേണ്ടി മൽപിടുത്തം നടക്കുകയായിരുന്നു, ഇല്ലേ? പിന്നീട് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കിയോ? സ്വന്തം അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മകള് നിലവിളിച്ചപ്പോഴാണ്, മണിക്കൂറുകൾ ശേഷമാണ് അങ്ങനെ ഒരാൾ അതിന്റെ അടിയിൽ ഉണ്ടെന്ന് സംശയിച്ചിട്ട് പിന്നെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ അടിയിൽ പിന്നെ ശരീരം കണ്ടെത്തുന്നത്, ഇല്ലേ? വേണ്ട, തൊട്ട് മുമ്പുള്ള ദിവസം എത്ര നാള് അവിടുത്തെ സ്കൂൾ അധികൃതരും മറ്റുള്ളവരും പരാതി പറഞ്ഞിട്ടുണ്ട്, KSEBക്കും അല്ലാതെയും ഒക്കെ. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണല്ലോ ഇത്. എന്തിനാണ് ഒരു കമ്പനിക്ക് KSEB എന്ന് പറഞ്ഞ്, KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഒരു മന്ത്രി എന്തിനാ അവിടെ? കേരളത്തിലല്ലാതെ ഒരു കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ വെച്ച് കൊടുത്തിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് ഒരു കുട്ടി മരണപ്പെട്ടില്ലേ? മരിച്ചു കഴിഞ്ഞപ്പോ രാത്രിക്ക് രാത്രി ആ കമ്പി മാറ്റാനും അവിടുത്തെ തടസ്സങ്ങൾ മാറ്റാനും അവർ തയ്യാറായി. മരിച്ചാലേ മാറ്റൂ എന്ന് KSEBയുടെ നിലപാടാണെന്ന് മറ്റൊരു കേസ് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പറമ്പിന്റെ അരികത്തുകൂടി ലൈൻ കടന്നു പോകുന്നുണ്ട്, വലിയ ഹൈ വോൾട്ടേജ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പറമ്പിൽ നിൽക്കുന്ന വലിയൊരു റബ്ബർ ഉണങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം KSEBയിൽ കഴിഞ്ഞ 6 മാസമായി പറയുന്നു, നിങ്ങൾ ആ ലൈൻ ഒന്ന് മാറ്റിത്തരാണെങ്കിൽ ആ മരം ഞാൻ വെട്ടിത്തരാം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് പൊട്ടി വീണ് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ മാത്രം നോക്കിയാൽ മതി എന്നാണ് KSEBന്റെ ഒരു സന്ദേശമായിട്ട് പറയുന്നത്. അത് പൊട്ടി വീഴട്ടെ എന്ന്. അല്ലെങ്കിൽ ആ ലൈന് മാറ്റി ഈ മരം വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണം ഈ സജി എന്ന് പറയുന്ന ആൾ കൊടുക്കണം. അത്രേ പണം അവിടെ കെട്ടിവെക്കണം. അത് പറഞ്ഞാൽ പോരാ. ഇനി പൊട്ടി വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാം. അതായത് പൊട്ടി വീണിട്ട് ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതുമേ പണിയെടുക്കൂ എന്നാണ് പറയുന്നത്. മറ്റ് 2 മരണങ്ങൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിളിച്ചു പറഞ്ഞിട്ട് നേരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ലൈന് പൊട്ടി നിലത്ത് കിടക്കുകയാണ്. ഒന്ന് അന്വേഷിക്കണ്ടേ? നിരന്തരം വിളിച്ചു പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്ന് പോയി നോക്കണ്ടേ? ആ ഭാഗത്തേക്ക് കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ലൈനുള്ള ലൈനാണെന്ന് അവർക്ക് മനസ്സിലാകണ്ടേ? കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ലൈൻ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണോ അവിടെ KSEBയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എത്ര പേർ മരണപ്പെട്ടു? അത്രയും പേർ മരണപ്പെട്ട് കഴിഞ്ഞാലേ
ഞങ്ങളത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ, അത് ശരിയല്ല. അത് നിയന്ത്രിക്കാൻ ഇവിടെ കഴിവുകെട്ട കുറെ മന്ത്രിമാരെ ഇവിടെ ഉള്ളത്. അവരാരും മൈൻഡ് ചെയ്യണമില്ല. ഇവിടെ ജനങ്ങളുടെ ജീവനും അവരുടെ ജീവിതത്തിന് യാതൊരു വിലയില്ല. ഏതെങ്കിലും ഒരു കാട്ടുമൃഗം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് പൈസയും കൊടുക്കും, പിന്നെ കണ്ണിൽ പൊടിയിട്ടിട്ട് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും. ഒന്നുമില്ല, വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഓരോ ജീവനും ഇല്ലാതാകുമ്പോൾ ആ സമയത്ത് മാത്രം പൊട്ടിമുളയ്ക്കുന്ന ചില ജൽപ്പനങ്ങളല്ലാതെ മറ്റൊന്നും ഈ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു കോളേജിന്റെ ഒരു അനാസ്ഥ നമ്മൾ കണ്ടു. മരുന്ന് മാറുന്നത്, ചികിത്സാ പിഴവുകൾ, എന്തെല്ലാമാണ് വരുന്നത് ഇവിടെ. ആശുപത്രികളിലേക്ക് നടന്നു പോകുന്നവർ, കളിച്ചു ചിരിച്ചു പോകുന്ന കുട്ടികളടക്കം ജീവനറ്റ ശരീരമായി പുറത്തേക്ക് വരുന്നു. യാതൊരു നടപടിയുമില്ല. അതായത് ഇവിടുത്തെ പണച്ചാക്കുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറെ പോഷ്കന്മാർ, അവരെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അവരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവസ്ഥ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ, അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അടിയന്തരമായി അത് പരിശോധിച്ച് റിപ്പോർട്ട് തരാനും വളരെ പെട്ടെന്ന് 24 മണിക്കൂർ കൊണ്ട് തന്നെ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതൊക്കെ പരിഹരിക്കാനും എന്തുകൊണ്ടാണ് ഉത്തരവ് നടത്താത്തത്? ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഉടനെ വണ്ടിക്ക് വെള്ള പെയിന്റ് അടിക്കാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ നടപടി എടുക്കാനും ഒക്കെ പോകുന്നുണ്ടല്ലോ. ഒരു വിവരം വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ? കുറച്ചൊക്കെ വിവരം വെള്ളിയാഴ്ച വേണ്ടേ ഈ കസേരക്കറി ഇരിക്കുമ്പോൾ? അപ്പോൾ എല്ലാ വകുപ്പിലും അഴിമതിയാണ്, എല്ലാ വകുപ്പിലും പ്രശ്നങ്ങളാണ്. അത് കെട്ടിട നിർമ്മാണമായാലും വൈദ്യുതി വകുപ്പായാലും ഗതാഗത വകുപ്പായാലും പൊതുമരാമത്ത് വകുപ്പായാലും ടൂറിസം ആയാലും എന്തിനാണ് പ്രശ്നമില്ലാത്ത? ആരോഗ്യമായാലും എന്തിനാ പ്രശ്നമില്ലാത്ത? ഈ മേഖലകളിലെല്ലാം അഴിമതിയും കെടുകാര്യസ്ഥയും എന്താ പറയുക ധൂർത്തും അതുപോലെ തന്നെ ഉത്തരവാദിത്വമില്ലായ്മയും ഉള്ള ഒരു വിഭാഗത്തെ മേച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നടക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടെ പിഴിഞ്ഞുകൊണ്ട് കായ് ഉണ്ടാക്കുക, അത് അവനവന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുക എന്ന കുടുംബാധിപത്യവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യവും ഉത്തരവാദിത്വമില്ലായ്മയും ഒരു സർക്കാരിലുണ്ടെങ്കിൽ പിന്നെ ആ സർക്കാരിനെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ പറ്റുക? ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ CPM-നെയും പിണറായി വിജയനെയും വിമർശിക്കുന്നത്. അപൂർവമായ ചില പ്രഖ്യാപനങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പൊ അങ്ങ് മറിക്കുമെന്ന് കരുതും. ഈ അടുത്ത കാലത്ത് അങ്ങനെ വന്നൊരു പ്രഖ്യാപനമാണ്, കേരളത്തിലെ വന്യമൃഗങ്ങൾ, എണ്ണമറ്റ വന്യമൃഗങ്ങൾ കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് അതിനെ കൊല്ലാൻ വരണം, ഹണ്ടിങ്ങിന് നമുക്ക് അനുമതി കിട്ടണം അല്ലെങ്കിൽ കൊന്നെടുക്കാനുള്ള അനുമതി കിട്ടണം എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞപ്പോ വല്ലാത്തൊരു വിഭ്രഞ്ചിച്ചു പോയി നമ്മൾ. അതായത് ഒരു കാര്യമാണ് പറഞ്ഞല്ലോ, ഞാനും വീഡിയോ ചെയ്തു, 2 വീഡിയോ ചെയ്തു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് എന്നോ പറയേണ്ടതാണ്, ഇത് ആവശ്യമാണെന്ന്. പക്ഷെ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിപ്പോയി. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അക്ഷരവും വേണ്ടിയില്ല. പക്ഷെ അതിനുശേഷവും വന്യമൃഗ ആക്രമണങ്ങളിൽ പലതും വീണ്ടും കൊല്ലപ്പെട്ടു. ഈ പിടിക്കുന്നതിനെ 10-20 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വിടുന്നു എന്നതിലുപരി അടുത്ത ദിവസം അത് വീണ്ടും തിരിച്ചു വന്ന് അടുത്ത ആളെ പിടിക്കുന്നു എന്നതിലുപരി എന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. വൈദ്യുതാഘാത മരണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എത്ര എണ്ണമായെന്ന് കണക്കൂട്ടിയാൽ മതി. നടപടികളൊക്കെ എങ്ങനെ? ഒന്നുമില്ല. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ഒരു ഒലക്കയില്ല. ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സഖാവ് പിണറായി വിജയനെയും CPM-നെയും ഈ ഭരണ സംവിധാനത്തെയും വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല സഖാക്കളെ. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. നിങ്ങൾ ജനങ്ങളുടെ ജീവനും അവരുടെ ജീവിതത്തിന് സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരായി നിന്ന് മാറാൻ നിങ്ങളുടെ നേതാക്കളോടൊന്ന് പറയും. എന്നിട്ട് ഉത്തരവാദിത്വത്തോടെ കുഴികൾ തീർത്തും അതേപോലെ ലൈൻ കൃത്യമായി വലിച്ചു കെട്ടിയും പണികൾ യഥാസമയം തീർത്തും ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ യഥാസമയം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുമൊക്കെ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടമായി മാറാൻ ഒന്ന് അവരോടൊന്ന് പറഞ്ഞു നോക്ക്. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷവും പിണറായിയും CPM-നെയും ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരെ പഞ്ഞിക്കിടാൻ, അത് സൈബർ മേഖലയിലായാലും അല്ലാതെ പഞ്ഞിക്കിടാൻ ഞാനും കൂടെ കൂടാം. അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്നിട്ട് CPM-നെ വിമർശിക്കുന്നിടന്ന് വർത്താനം പറയരുത്, അത് മോശമാണ്. Different angles. Don't forget to subscribe and support this channel.